Hello guys, welcome back to my YouTube channel, Bacalvo. The garlic dance with the zest. The Calvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. The Calvo vibes come join the clan. ബേബി ഒക്ടോബസ് ഇട്ടാ. ഇവിടെ നമ്മൾ ഒരു മെക്സിക്കൻ സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോകട്ടാ. അപ്പോൾ പെടക്കല്ലേ, അപ്പോൾ പേട്ടേൻ്റെ പെടാ. ഒക്ടോബസ് എന്നത് വെറും ഒരു സീ ഫുഡല്ല, വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു ഭക്ഷണമാണ്. മെഡിറ്ററേനിയൻ റീജിയനിൽ കടൽ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രീസിലും ഇറ്റലിയിലും പുരാതന കാലം മുതൽ ഒക്ടോബസ് ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് ജപ്പാനിൽ ഇതേറെ പ്രചാരം നേടി. സൂഷിയായും ടാക്കോയാക്കി പോലുള്ള വിഭവങ്ങളിൽ പ്രധാന ഘടകവുമായി ഇവ ഉപയോഗിച്ചു. മെക്സിക്കോയിൽ ഇത് സ്പൈസിയായി ഗ്രിൽ ചെയ്ത് കഴിക്കുന്ന രീതി വളരെ പ്രശസ്തമാണ്. ഒക്ടോബസിന് 3 ഹൃദയങ്ങളാണുള്ളത്. 2 ഹൃദയങ്ങൾ ഗിൽസിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു, മറ്റൊന്ന് ശരീരത്തിലേക്കും പമ്പ് ചെയ്യുന്നു. അതിൻ്റെ രക്തം നീല നിറത്തിലുള്ളതാണ്. ഹോമോസയാനിൻ എന്ന ഘടകമാണ് ഇതിന് കാരണം. ഗിൽസ് എന്ന് പറയുന്നത് മീനുകൾക്കും ഒക്ടോബസിനും പോലുള്ള കടൽ ജീവികൾക്ക് ശ്വാസമെടുക്കാൻ ഉപയോഗിക്കുന്ന അവയവമാണ്. പോഷകഗുണങ്ങൾ നോക്കിയാൽ ഒക്ടോബസ് ഉയർന്ന പ്രോട്ടീൻ ഉള്ളതും കുറഞ്ഞ കൊഴുപ്പുള്ളതുമായ ഒരു മികച്ച ഭക്ഷണമാണ്. വിറ്റാമിൻ B12, അയൺ, ഒമേഗ 3 എന്നിവ ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. സീ ഫുഡ് പ്രേമികൾക്ക് ഇത് ഒരിക്കലെങ്കിലും പരീക്ഷിക്കേണ്ടിയിരുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇത് കണ്ട, അപ്പോൾ നമുക്ക് കുറച്ചധികം ഒക്ടോബസ്, ബേബി ഒക്ടോബസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തിനു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ തൊലി പൊളിക്കണം. അപ്പോൾ ഈ തൊലി പൊളിക്കാനായിട്ട് ഇവിടെ ഒരു വെട്ടിടുക കേട്ടോ. അതിന് ശേഷം ഇവൻ്റെ തൊലി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഊരിപ്പോരും കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഊരിപ്പോരുവേ. ഉണ്ടാ നമ്മുടെ ഈ മാന്തളൊക്കെ, നമ്മുടെ പച്ച മാന്തളൊക്കെ ഇല്ലേ, അതൊക്കെ തൊലി പൊളിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടത്. നമ്മളിങ്ങനെ ക്ലീനായിട്ട് ഇവനങ്ങോട്ട് പൊളിച്ചെടുക്കുക. ഇതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇവൻ്റെ ബ്ലാക്ക് കളർ പോയിട്ട് ഫുൾ വൈറ്റ് കളറാവും. അപ്പോൾ എന്നിട്ട് വേണം ഇവനെ നമുക്ക് പൂശാൻ. ഓക്കെ, ഗൈസ് കണ്ട, ഇതിൻ്റെ കണ്ണാണ് ഇട്ടത്, കുഞ്ഞി കണ്ണുകൾ. വേണമെങ്കിൽ ഇത് കളയാം, അല്ലെങ്കിൽ കളയാണ്ടിരിക്കാം. ഞാൻ കളയണില്ല, കണ്ണ് തിന്നണം എനിക്ക്. നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഇവനാണ് ഏറ്റവും ചെറുത്, കുഞ്ഞൻ നീരാളി, കുഞ്ഞൻ ഒക്ടോപ്പസ്. കണ്ടാ, നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ അവനെ. എനിക്ക് വിക്ക് വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട് ഗൈസ്. ഈ ഒക്ടോബസ് ടപ്പേന്ന് പറഞ്ഞിട്ട് പരിപാടി കഴിയൂട്ടാ. അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഇവൻ ഭയങ്കര റബ്ബർ ചെയ്യും കൂട്ടാ. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് സോൾട്ട്, ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാന് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. അതിന് ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇത് വലിയ തീയിലിടരുത്. ഇത് എന്തിനാ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാ. കണ്ടാ, ഇതിലത്തെ വെള്ളം തന്നെ കണ്ടാ, അവനൊന്ന് വറ്റിപ്പോണം. ഇതിൽ നമ്മൾ ഓയിൽ ഒന്നും ഒഴിക്കണില്ല കേട്ടോ. ജസ്റ്റ് ഇവനങ്ങോട്ട് ഇടണു, ഇങ്ങനെ നൈസാക്കിയിട്ട് ആക്കണു. ഇപ്പോഴാണ് അവൻ നന്നായിട്ട് ഷേപ്പ് വന്നല്ലേ. ചെറുതായിട്ട് അവന് ഷേപ്പ് മാറി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടാ, വെള്ളം തന്നെയുണ്ടാ. ഇത് ഏകദേശം ഒരു 3 to 4 മിനിറ്റ് എടുക്കും കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇവനൊന്ന് ഇതാവാൻ. അതിന് ശേഷം നമ്മളൊരു 3 മിനിറ്റ് ഇവനെ പാൻ ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ആവും. ചെയ്യണ്ട, ഇപ്പം ഇങ്ങനെ വെള്ളം വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തിനു വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇവൻ ഇങ്ങനെ ഇവിടെ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് എന്തിനു വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു മിക്സർ തയ്യാറാക്കണം. മെക്സിക്കൻ മിക്സർ വളരെ സിമ്പിളാണ്, 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്നുള്ളൂ.
മെക്സിക്കൻ മിക്സിന് നമുക്ക് ആകെ കൂടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചില്ലി പൗഡർ, അതേപോലെ കുറച്ച് ലൈം ജ്യൂസ്, അതേപോലെ കുറച്ച് പാപ്രിക്ക, പിന്നെ കുറച്ച് ക്യുമിൻ പൗഡർ, പിന്നെ കുറച്ച് ഗാർലിക്. ഇത്ര മതി കേട്ടോ, സിമ്പിളാണ്. നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, നന്നായിട്ട് ചതക്കണേ. നന്നായിട്ട് ചതച്ച് ഇടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് ചതച്ചിട്ട് വേണം ഇടാൻ. എന്നാലാണ് ആ എസൻസ് ഒക്കെ അതിലങ്ങോട്ട് കയറുള്ളൂ. എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, നല്ല സെറ്റ് കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ചെയ്യാൻ. അപ്പം ഇനി ഒന്നും നോക്കാല്ല ചേട്ടാ, ഇങ്ങോട്ട് ഒഴിക്കുക, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഫ്ലേവർ വരാനാണ്. അതുപോലെ കറക്റ്റ് ടെമ്പറേച്ചറിൽ കറക്റ്റ് ടൈം കുക്ക് ചെയ്താലാണ് ഇവ റബ്ബർ ആവാണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, പണ്ട് നമ്മുടെ നാട്ടിലെ അമ്മൂമ്മമാർ പറയാറില്ലേ, ഉറുമ്പിനെ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ശക്തി വിടും, കാരണം ഉറുമ്പിന് ഭയങ്കര കണ്ണ് ശക്തിയാകും. അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോബസിന് ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാണെന്നാണ് പറയണത്. അതായത് കടലിൽ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ളൊരു ജീവി. അപ്പോൾ ഇതിൽ നിന്നിട്ട് കുറച്ച് ബുദ്ധി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. വയസ് 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, സാധനം സെറ്റായിട്ടുണ്ട്. ഇത്രയാക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനായിട്ട് കൂടുതലാക്കി കഴിഞ്ഞാൽ കട്ടിക്കാൻ പറ്റില്ല, നമുക്ക് റബ്ബർ പോലെ ഇരിക്കും. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് എടുക്കുക. പരിപാടി കഴിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ മെക്സിക്കൻ സ്റ്റൈല് ബേബി ഒക്ടോപ്പസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റിംഗ് ടൈമാണ്. ടേസ്റ്റിംഗ് ടൈം. Dance in the kitchen, turn the music up high. Oh, Cabo lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിവിടെ UK നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര വിക്കലുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. വുഡ്സ്മാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നല്ല അടിപൊളി മദ്യ. നമുക്ക് ഒരു ചെറിയ പെഗ്ഗും അതിൻ്റെ കൂടെ അടിക്കാം. അപ്പോൾ അതൊരു കുറച്ചിട്ടാ. എന്നിട്ട് കുറച്ച് ലൈം ഇട്ടാ. ലൈം ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒരു പടപടക്കാം. അപ്പോൾ കുറച്ച് ലൈം. ബ്യൂട്ടിഫുൾ. ടേസ്റ്റ് നോക്കട്ടാ. അപ്പോൾ ചിയേഴ്സ്. നമ്മൾ സ്ക്വിഡൊക്കെ കഴിക്കണ പോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ്. സാധനം കൊള്ളാം. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രൗൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗാർലിക് പ്രൗൺ, സ്പൈസി ഗാർലിക് പ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പാനിഷ് ഐറ്റം. ഇതിൻ്റെ പോലത്തെ ഒരു ഏകദേശം ടേസ്റ്റാണ്. കൊള്ളാം. ടച്ചിങ്സിനൊക്കെ സൂപ്പർ സാധനമായിരിക്കും. അപ്പോൾ ചേസ്. ഏറ്റവും ചെറിയ ഉണ്ടായിരുന്നു, നമുക്ക് അവനൊന്നും എടുത്തിട്ട് നോക്കിയോ. പിന്നെ ഇവിടെ കാണാനില്ലല്ലോ അവനെ. ഇവിടെ ഇവനുണ്ടത് ഉണ്ടാക്കിയേ. ഇതാണ്ട ഇവനുണ്ട ഏറ്റവും ചെറുത്. നമ്മുടെ ഒരു വിരലിൻ്റെ തുമ്പിൻ്റെ പോലും നീളല്ലേ അവൻ. ഫ്രൈ ആയി വന്നപ്പോൾ ഉണ്ടാ. നമുക്ക് ഇവനൊന്ന് തിന്നോക്കാട്ടാ. സൂപ്പർ സാധനം. ഇത് അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറാവും. കറക്റ്റ് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാൻ പാടുള്ളൂടാ. എനിവേ കൊള്ളാം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ബക്കാലോ വീണ്ടും വരും. നമ്മുടെ ചാനലിലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബക്കാലോ.